പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ NIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NIS +2 ഹോം സയൻസ് കോഡ് നമ്പർ 321 സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിങ്ങിൻ്റെ വീഡിയോസാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആദ്യമായി എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 ഏപ്രിലും തുടർന്നുള്ള ബാച്ചിൽ ഇനി മുതൽ എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് പുതിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. പഴയ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഫോളോ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നമുക്ക് കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പുതിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ. മുമ്പത്തെ അപേക്ഷിച്ചിട്ട് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വളരെ കൂടുതലായിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ പേപ്പർ മൊത്തം 100 മാർക്കിൻ്റെ പേപ്പറാണ്. അതിൽ 20 മാർക്ക് നമുക്ക് പ്രാക്ടിക്കൽ ഉണ്ട്. അസൈൻമെന്റിന് 16 മാർക്ക് ഉണ്ട്. ബാക്കി വരുന്ന 64 മാർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ 80 അല്ലെങ്കിൽ 100 ക്വസ്റ്റ്യൻ പേപ്പർ വന്നാലും അതിനെ 64 കൺവേർട്ട് ചെയ്യും. ഏകദേശം അതിന് 33%, 22 മാർക്ക് നമ്മൾ എഴുതി പാസ്സാണ്. ആ 22 മാർക്കിൽ നമ്മൾ അസൈൻമെന്റ് മാർക്കോ പ്രാക്ടിക്കൽ മാർക്കോ ഉൾക്കൊള്ളിക്കില്ല. അത് കൂടാതെ 22 മാർക്ക് നിങ്ങൾ എഴുതി പാസ്സാണ്. ഇനി അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാത്തൊരു വിദ്യാർത്ഥിയാണെങ്കിൽ 7 മാർക്ക് എക്സ്ട്രാ എഴുതി വാങ്ങണം. 29 മാർക്കോളം ആ വിദ്യാർത്ഥി എഴുതി വാങ്ങേണ്ടതാണ്. 3 മണിക്കൂറാണ് എക്സാം. ഉച്ചക്ക് 2:30 മണി മുതൽ 5:30 മണി വരെയാണ് എക്സാം. എക്സാം മലയാളത്തിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ എഴുതാം. അതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ആ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് താഴെ ആൻസർ ഓപ്ഷൻ തന്നിട്ടുണ്ടാവും. അത് ഫുള്ളി നിങ്ങൾ ഇംഗ്ലീഷിൽ എഴുതാം. 2 മാർക്കിന്റെ വിവരിച്ച് എഴുതേണ്ടത് 3 മാർക്കിന്റെ 5 മാർക്കിന്റെ അങ്ങനെ വിവരിച്ച് എഴുതേണ്ട ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മീഡിയം ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം, മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ്. ഫസ്റ്റത്തെ ഓരോ മാർക്കിന്റെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് മലയാളം മീഡിയത്തിൽ എഴുതുന്നവരും ഇംഗ്ലീഷ് മീഡിയത്തിൽ എഴുതുന്നവരും ഇംഗ്ലീഷിൽ തന്നെ എഴുതാൻ നോക്കുക. കാരണം നമുക്ക് അതിന്റെ ഓപ്ഷൻ താഴെ ഫുള്ള് ഇംഗ്ലീഷിലാണ്. അപ്പോൾ നമ്മൾ അതൊന്ന് സെലക്ട് ചെയ്ത് എഴുതുമ്പോൾ ഇംഗ്ലീഷിൽ തന്നെ എഴുതാണ്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് അവതരിപ്പിക്കുന്നത്. 1 മാർക്കിന്റെ തുടക്കത്തിൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമ്മൾ അവസാനം അവതരിപ്പിക്കും. ഇന്ന് 2 മാർക്കിന്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിലൊരു ഏകദേശം ഒരു 5-6 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ബാക്കിയുള്ള 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത വീഡിയോസിൽ അവതരിപ്പിക്കും. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതിയെടുക്കുകയാണ്. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ സൈറ്റിൽ നിന്ന്, ഗൂഗിളിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ, സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളതാണ്. ഇതിൽ 2 മാർക്കിന്റെ വിവരിച്ച് എഴുതേണ്ട ക്വസ്റ്റ്യൻസ് 29ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് തുടങ്ങുന്നത്. ഓക്കെ, 29ൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ലിസ്റ്റ് ഫോർ എത്തിക്കൽ പ്രോബ്ലംസ് ഇൻ എ വർക്ക് ഓർ സോഷ്യൽ കോണ്ടെക്സ്റ്റ് ആണ്. 4 ധാർമ്മിക പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ 4 നൈതികത പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ ധാർമ്മിക പ്രശ്നങ്ങൾ ഏതൊക്കെയാണ് ഇൻ വർക്ക്, നമ്മുടെ വർക്കിൽ അല്ലെങ്കിൽ സോഷ്യൽ സമൂഹത്തിൽ വരുന്ന 4 ധാർമ്മിക പ്രശ്നങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പൊ എന്താണ് ഈ ധാർമ്മികത എന്നുള്ളതാണ്. ശരിയും തെറ്റും നമുക്ക് വേർതിരിച്ചറിഞ്ഞ് നല്ലൊരു ജീവിതമായി മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് എന്ത് പറയുന്നത്, ധാർമ്മികത എന്ന് പറയുന്നത്. അത് ആത്മാർത്ഥത, സത്യസന്ധത, സ്വയം മറ്റുള്ളവരോടുമുള്ള ബഹുമാനം, കൃത്യതയിൽ സംരക്ഷണം, ഇതൊക്കെയാണ് അതിൽ വരുന്നത്. അപ്പൊ അങ്ങനെ വരുന്നതിൽ വരുന്ന 4 പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ നമ്മുടെ ഗൈഡിലുണ്ട്. 2ാമത്തെ ചാപ്റ്ററിലാണ് വരുന്നത്. എത്തിക്സ് ഇൻ ഡെയിലി ലൈഫിൽ ഗൈഡിൽ പറയുന്നുണ്ട്. ഓക്കെ, തൊഴിൽ സ്ഥലങ്ങളിൽ സന്ദർശിച്ച് സാധാരണയായി അഭിമുഖീകരിക്കുന്ന ധാർമ്മിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. സമയനിഷ്ഠതയുടെ അഭാവവും ക്രമരഹിത്വവും വരുന്നുണ്ട്. പരുഷവും അപലനീയമായ പെരുമാറ്റം വരുന്നുണ്ട്. അപര്യാപ്തമായ അറിവും നൈപുണ്യവും വരുന്നുണ്ട്. വിഭവങ്ങളുടെ പാഴാക്കൽ വരുന്നുണ്ട്. ചിട്ടകളും നിയമങ്ങളും അവഗണിക്കുക. ജോലിയോടുള്ള അനാദരവ്, വിശ്വാസവഞ്ചന. ഇതിൽ ഏകദേശം നമുക്ക് 7ഓളം പോയിന്റ് കൊടുത്തിട്ടുണ്ട്. 4 എഴുതിയാൽ മതി, 2 മാർക്കല്ലേ ഉള്ളൂ. 4 പോയിന്റ്, ഇഷ്ടമുള്ള 4 പോയിന്റ് എഴുതിയാൽ മതി. ഇനി ഇത് എഴുതാൻ അറിയാത്തവർക്ക് ഇതിൽ ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. 29 തന്നെ ഉണ്ട്. ലിസ്റ്റ് ഫോർ എത്തിക്കൽ ഹാബിറ്റ് യു ഷുഡ് ഡെവലപ്പ് ആസ് എ സ്റ്റുഡന്റ് ടു എൻഹാൻസ് യുവർ പെർഫോമൻസ് ആണ്. 4 ധാർമ്മികപരമായിട്ടുള്ള ഹാബിറ്റ് എന്തൊക്കെയാണ്, നല്ല കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളതാണ്. ഡെവലപ്പ് എ സ്റ്റുഡന്റ്, ഒരു സ്റ്റുഡൻസിന്റെ ഇടയിലാണ് ധാർമ്മികത. പലരുടെ ഇടയിലുണ്ട്, വിദ്യാർത്ഥികളുടെ ഇടയിലുണ്ട്. ഒരു കുടുംബത്തിൽ എങ്ങനെ ധാർമ്മികത വേണമെന്ന് പറയുന്നുണ്ട്, ഒരു സമൂഹത്തിൽ എങ്ങനെ വേണമെന്നുള്ളത്. നമുക്ക് വിദ്യാർത്ഥികളുടെ ഇടയിൽ എങ്ങനെയൊക്കെ ആയിരിക്കും നല്ലൊരു ധാർമ്മികത എന്നുള്ളത് ഇത് 4ാമത്തെ ചാപ്റ്ററിൽ വരുന്നുണ്ട്. ഓക്കെ, വിദ്യാർത്ഥികൾ പഠന സ്ഥലത്ത് പോകുന്ന സമയത്ത് അവിടെ 4 പോയിന്റ് എഴുതണം. ഒന്ന് കൃത്യനിഷ്ഠതയും അതേപോലെ തന്നെ അച്ചടക്കവും പാലിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ
മറ്റുള്ളവരെ ബഹുമാനിക്കുകയും ആദരവ് കാണിക്കുകയും ചെയ്യുക. ഇതൊക്കെയാണ് ഹാബിറ്റിൽ വരുന്നത്. അതേപോലെ തന്നെ പറഞ്ഞ കാര്യങ്ങൾ കൃത്യനിഷ്ഠതയോടെ ചെയ്യുക. ഒരു സ്കൂളാകുമ്പോൾ അല്ലെങ്കിൽ ഒരു കോളേജ് ആകുമ്പോൾ അവിടുന്ന് പറഞ്ഞ കാര്യങ്ങൾ കൃത്യനിഷ്ഠതയോടെ ചെയ്യുന്ന ഒരു എത്തിക് ഹാബിറ്റ് ആയിട്ടാണ് വരുന്നത്. അതേപോലെ സത്യസന്ധമായിട്ട് പെരുമാറുക. അത് സ്വയം മറ്റുള്ളവർ ആദ്യം നമ്മളെ ബഹുമാനിക്കുക, അതേപോലെ തന്നെ മറ്റുള്ളവരുടെ ഒരു ബഹുമാനിക്കുക, ആത്മാർത്ഥത, അതേപോലെ എല്ലാവരോടും മര്യാദയും ക്ഷമയും കാണിക്കുക. ഇങ്ങനെ ഒരു 4 പോയിന്റ് എഴുതിയാൽ മതി. ഓക്കെ. ഇനി അടുത്ത 31ാമത്തെ ചോദ്യമാണ് ഐഡന്റിഫൈ 2 ഫാക്ടർ ദാറ്റ് ഹെൽപ്പ് ടു പ്രിസർവ് മാംഗോസ് ഇൻ ദി പിക്കിളാണ്. ഇത് നമ്മൾ പ്രിസർവേഷൻ ഓഫ് ഫുഡ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ 9ാമത്തെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പ്രിസർവേഷൻ ഓഫ് സീസൺ ഓഫ് ഫുഡ് ഒക്കെ പറയല്ലേ. ഇതിൽ പറയുന്നത് ഐഡന്റിഫൈ 2 ഫാക്ടർ ദാറ്റ് ഹെൽപ്പ് ടു പ്രിസർവ് മാംഗോസ് ഇൻ ദി പിക്കിൾ. 2 ഘടകങ്ങൾ എന്തൊക്കെയല്ല ഈ മാംഗോ പിക്കിൾ, മാങ്ങ അച്ചാറുകൾ നമ്മൾ സംരക്ഷിക്കുന്നുണ്ട്. വീട്ടിലൊക്കെ മാങ്ങ അച്ചാറുകൾ കേടുകൂടാതെ സംരക്ഷിക്കുന്നുണ്ട്. അതിനെ അങ്ങനെ കേടുകൂടാതെ ഇരിക്കാനുള്ള വഴികൾ എന്തെല്ലാം. അതിൽ ഒന്നാമത് നമ്മൾ സാധാരണ അച്ചാർ ഇട്ട് കഴിഞ്ഞാൽ അതിൽ വിനാഗിരി ഒഴിക്കുന്നുണ്ട്, അതൊരു മാർഗമാണ്. പിന്നെ നമുക്ക് ഉപ്പും സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, അതും അച്ചാറുകൾ കേടുവരാതിരിക്കാനുള്ള മാർഗമാണ്. പിന്നെ പലതരത്തിലുള്ള സ്പൂണുകളൊക്കെ നമ്മൾ അച്ചാറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ മാറ്റിമറിച്ചത് പൂപ്പൽ വരും. അപ്പം അത്തരത്തിലുള്ള മാർഗങ്ങളൊക്കെ ഒഴിവാക്കുക. അതുപോലെ തന്നെ നമുക്ക് കേടുവരാതിരിക്കാനൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നത്. ഇതൊക്കെയാണ് അച്ചാറുകൾ കേടുവരാതിരിക്കാൻ. 2 പോയിന്റ് എഴുതിയാൽ മതി. ഇനി 30ാമത്തെ ചോദ്യം വരുന്നുണ്ട്. 30ൽ 2 ചോദ്യം വരുന്നുണ്ട്. ലിസ്റ്റ് 4 വേസ് ടു ഡിലേ ഇൻ ദി ആക്ഷൻ ഇൻ മൈക്രോ ഓർഗാനിസം ഓൺ ആപ്പിൾ. 4 രീതിയിൽ ഡിലേ ഇൻ ദി ആക്ഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം ഇൻ എ ആപ്പിളാണ്. ആപ്പിളില് ഓർഗാനിസം സൂക്ഷ്മജീവികൾ കടന്ന് പോകുന്നുണ്ട്. അത് എങ്ങനെയൊക്കെ നമുക്ക് തടയാം എന്നുള്ളതാണ്. അതിൽ ഒന്നാമത് പറയുന്ന ആപ്പിൾ തൊലി കളയാതിരിക്കുക എന്നുള്ളതാണ്. തൊലി കളയാതെ നമ്മൾ വീട്ടിൽ സൂക്ഷിക്കുകയാണ്. തൊലി കളഞ്ഞിട്ട് നമ്മൾ പാത്രത്തിൽ എവിടെയെങ്കിലും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് സൂക്ഷ്മജീവികൾ വരും. അപ്പോൾ അതുകൊണ്ട് തൊലി കളയാതെ തന്നെ നമ്മൾ ഉപയോഗിക്കുക. അതേപോലെ തന്നെ പോളിത്തീൻ കവറുകൾ കൊണ്ടൊക്കെ മൂടുന്നത് നമ്മൾ സാധാരണ ചില വലിയ വലിയ ഫ്രൂട്ട്സ് കടകളിലൊക്കെ കാണുന്നുണ്ടാവും. ആപ്പിളിന്റെ മുകളിൽ പ്രാണികളൊന്നും വന്ന് ധരിക്കാൻ സൂക്ഷ്മജീവികൾ പ്രവേശിക്കാൻ അതുകൊണ്ട് പോളിത്തീൻ കവർ കൊണ്ടൊക്കെ മൂടുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആപ്പിൾ ജാം ഉണ്ടാക്കുക എന്നുള്ള ആപ്പിളിന്റെ ഉള്ളിലുള്ള ഭാഗങ്ങൾ പുഴുങ്ങി മധുരമൊക്കെ ചേർത്തിട്ട് ആപ്പിൾ ജാം ഉണ്ടാക്കിയാലും നമുക്ക് എന്താണ് പ്രിസർവ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ 4 രീതിയാണ്. ഇനി അടുത്ത ഹൗ ഡസ് ദി അല്ലെങ്കിൽ 30ൽ 2ാമത്തെ ക്വസ്റ്റ്യൻ ഹൗ ഡസ് ദി ഡെഹിഡ്രേഷൻ ഹെൽപ്പ് ടു പ്രിസർവ് പപ്പഡ് ഓർ അംചൂർ പൗഡറാണ്. ഈ ഡെഹിഡ്രേഷൻ എന്ന് പറഞ്ഞാൽ നിർജ്ജലീകരണമാണ്. ഭക്ഷണ പദാർത്ഥങ്ങളിൽ വെള്ളം വറ്റി വരളുന്ന ഒരു അവസ്ഥയാണ് ഈ നിർജ്ജലീകരണം. അത് എങ്ങനെയാണ് ഭക്ഷണങ്ങൾ സാധാരണ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പപ്പടങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും പൗഡർ ഐറ്റങ്ങൾ ഉണ്ടാവും, അതൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നിർജ്ജലീകരണം സഹായിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. സാധാരണ ഇതൊക്കെ എന്ത് ചെയ്യാം, നല്ല കവർ കൊണ്ടൊക്കെ മൂടി കഴിഞ്ഞാൽ, നല്ല പോളിത്തീൻ കവർ കൊണ്ടൊക്കെ എന്ത് ചെയ്യാം ഇത്തരം ഐറ്റങ്ങൾ. അപ്പോൾ പപ്പടങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് അതിന്റെ പുറത്ത് കവർ ഉണ്ടാവും. അങ്ങനെ കവർ ഇല്ലെങ്കിൽ പപ്പടം പിന്നെ നമുക്കത് ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഫസ്റ്റ് ക്വാളിറ്റി കിട്ടൂല. അതിലേക്ക് സൂക്ഷ്മജീവികൾ പ്രവേശിക്കുക. അപ്പൊ അത് നല്ലൊരു പോളിത്തീൻ, നല്ല സൂക്ഷ്മജീവികൾ പ്രവേശിക്കാത്ത രീതിയിലുള്ള കവർ കൊണ്ടൊക്കെ മൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം പൗഡറുകൾ അതേപോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ കേടുവരാതെ സൂക്ഷിക്കാൻ കഴിയും എന്നുള്ളതാണ് പറയുന്നത്. ഇനി 32ാമത്തെ ചോദ്യം, അതിൽ 2 ഉണ്ട്. ദർ ഈസ് എ ബോക്സ് ഓഫ് ആപ്പിൾസ് ആൻഡ് ഓറഞ്ച് ഇൻ ദി ഹൗസ് ആണ്. നമ്മുടെ വീട്ടിൽ ഒരു ബോക്സ് ഓഫ് ആപ്പിളും ഉണ്ട് ഓറഞ്ചും ഉണ്ട്. സെലക്ട് ദി മെത്തേഡ് ഓഫ് പ്രിസർവേഷൻ ഈച്ച് ഓഫ് ഫുഡ് ആൾസോ ഗിവ് റീസൺ. ഇതൊക്കെ എങ്ങനെ നമുക്ക് സംരക്ഷിക്കാം? ഒരു ബോക്സ് ഓറഞ്ചിന്റെ ആപ്പിൾ ഉണ്ട്, അപ്പൊ ഇത് കേടുവരാതെ നമുക്ക് എങ്ങനെ സൂക്ഷിക്കാം? ഈ ആപ്പിളിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ആപ്പിൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് കേടുവരാതെ? ആപ്പിൾ ജാം ഉണ്ടാക്കിയിട്ട് നമുക്ക് കേടുവരാതെ കുറെ കാലം ഉപയോഗിക്കാം. അപ്പൊ ആപ്പിൾ ജാം ഉണ്ടാക്കുന്നതിന്റെ തൊലി കളഞ്ഞിട്ട് അതിന്റെ ഉള്ളിലുള്ള കിഴങ്ങ് പോലുള്ള ഭാഗങ്ങൾ നന്നായി ചൂടാക്കി എടുത്ത് അതിലേക്ക് മധുരം ചേർത്തിട്ട് ജാമാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൈക്രോ ഓർഗാനിസങ്ങളൊക്കെ തടയാൻ കഴിയും, സൂക്ഷ്മജീവികളൊക്കെ പ്രവേശിക്കുന്നത് തടയാൻ കഴിയും. ഇനി ഓറഞ്ച് എടുക്കുകയാണെങ്കിൽ ഓറഞ്ച് സ്ക്വാഷസ് ഉണ്ടാക്കാം. ഓറഞ്ചിലുള്ള ആ ഭാഗം എടുത്ത് കഴിഞ്ഞാൽ തൊലി കളഞ്ഞതിന്റെ ഉള്ളിലുള്ള ഭാഗങ്ങൾ വെച്ചിട്ട് നമുക്ക് മധുരം ചേർത്ത് സ്ക്വാഷസ് ഉണ്ടാക്കാം. ഇത് നമുക്ക് സൂക്ഷ്മജീവികളുടെ പ്രവർത്തനത്തെ തടയാൻ കഴിയും എന്നുള്ളതാണ് പറയുന്നത്. ഇനി അതല്ലെങ്കിൽ ഇതിൽ 32ലെ 2ാമത്തെ ചോദ്യം, ഇതെല്ലാം 9ാമത്തെ ചാപ്റ്റർ ബേസ്ഡ് ആണ് ക്വസ്റ്റ്യൻസ്. യു ഹാവ് 2 ബോക്സസ് ഓഫ് മെത്തി ലീവ്സ്
ഈ ഉലുവയുടെ ഇല ഉണ്ട്, 2 ബോക്സ് ഉലുവയുടെ ഇല ഉണ്ട്. ഹൗ വിൽ ദി ഫ്രീസി ദി മെത്തിലിവ്, ഇത് എങ്ങനെ നമുക്ക് കേട് വരാതെ നമുക്ക് എടുത്തു വെക്കാൻ കഴിയും എന്നുള്ളതാണ്. ഫ്രീസറിലൊക്കെ എങ്ങനെ നമുക്ക് കേട് വരാതെ അല്ലെങ്കിൽ മരവിപ്പിച്ച് നമ്മൾ ഈ ഇലകൾ നമ്മൾ എടുക്കുന്ന അതേപോലെ തന്നെ കുറേ ദിവസം കഴിഞ്ഞാലും അതേപോലെ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നുള്ള ഉലുവയുടെ ഇല. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ വാഷ് മെത്തിവെല, ഈ ഉലുവയുടെ ഇല നന്നായിട്ട് കഴുകുക, അതിലുള്ള ഇല പറിച്ചെടുക്കുക, അതിൻ്റെ ഇളം തണ്ടെടുക്കുക, പിന്നെ അതൊരു സ്മാൾ പോളിത്തീൻ കവർ കൊണ്ട് മൂടുക, ഫ്രീസറിൽ വെക്കുക. ഈ സ്മാൾ പോളിത്തീൻ കവർ കൊണ്ട് നമ്മൾ മൂടിയിട്ട് അത് സീല് വെക്കണം. പിന്നെ നമ്മൾ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഈ ഉലുവയുടെ ഇലകൾ സൂക്ഷിക്കാൻ കഴിയും. ഇനി 33ാമത്തെ ചോദ്യമാണ്, വി ആർ എക്സ്പീരിയൻസ് ദി ഗ്ലോബൽ വാർമിംഗ്, ആഗോള താപനത്തെ കുറിച്ച് നമുക്ക് അറിയാം അല്ലേ. ഈ അന്തരീക്ഷത്തിലുള്ള വിഷവാതകങ്ങൾ മൂലമാണ് ഈ ആഗോള താപനം സംഭവിക്കുന്നത്. പരിസ്ഥിതി വിനാശത്തിന്റെ ഒരു ഭാഗമാണ് ഈ ആഗോള താപനമൊക്കെ വരുന്നത്. അപ്പൊ ഈ ആഗോള താപനം എന്താ നമ്മളിത് ചോദിച്ചില്ല, 2 മാർക്കിൽ ഇത് ചോദിക്കുന്നത് ലിസ്റ്റ് ദി ആക്ടിവിറ്റീസ് ദാറ്റ്, എന്തെല്ലാം ആക്ടിവിറ്റി ചെയ്യുമ്പോഴാണ് ഇവിടെ ആഗോള താപനം ഉണ്ടാകുന്നത്. അതിൽ മരങ്ങൾ വെട്ടി നശിപ്പിക്കുക, അതേപോലെ തന്നെ പ്ലാസ്റ്റിക്കുകളൊക്കെ കത്തിക്കുക, അതേപോലെ തന്നെ വിഷവാതകങ്ങളൊക്കെ നമ്മൾ അന്തരീക്ഷത്തിൽ പടർന്നുയർത്തുക. ഇതൊക്കെ മൂലമാണ് നമ്മുടെ ഓസോൺ ലെയറിനെ ചോർച്ച വരുന്നുണ്ട്. അങ്ങനെയാണ് ആഗോളതാപനങ്ങളൊക്കെ സംഭവിക്കും. സൂര്യപ്രകാശം നേരിട്ട് നമ്മളിൽ പതിക്കുകയും മാരകരമായിട്ടുള്ള രോഗങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കണം. ഓക്കെ, മരങ്ങൾ മുറിച്ചെടുക്കുന്നത് മൂലം, അതേപോലെ തന്നെ പ്ലാസ്റ്റിക്കുകൾ കത്തിക്കുക, അന്തരീക്ഷത്തിലൂടെ വിഷവാതകങ്ങൾ പടർന്നു നിർത്തുക, കാർബൺ മോണോക്സൈഡ് പോലുള്ള വിഷവാതകങ്ങൾ, മീഥെയിൻ പോലെ വിഷവാതകങ്ങൾ മൂലമൊക്കെയാണ് ഈ ആഗോളതാപനം വരുന്നത്. ഇപ്പൊ 2 മാർക്ക് ഇത്ര മതി. ഇനിയുണ്ട് നമുക്ക് ഇതിൽ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്, അത് അടുത്ത വീഡിയോസിൽ അവതരിപ്പിക്കും. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾക്കോ നമ്മുടെ സ്ഥാപനവുമായി കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.